മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കോൺഗ്രസിൽ. ജഗദീപ് ധൻകർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത സജീവമാകുന്നു. ജഗദീപ് ധൻകർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്ത BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി. ജഗദീപ് ധൻകർ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന ചോദ്യവും ബാക്കിയാകുന്നു. മുമ്പ് BJPയുടെ എല്ലാമായിരുന്നു ജഗദീപ് ധൻകർ. ബംഗാളിലെ ഗവർണറായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാനങ്ങൾ BJP കൊടുത്തു. പക്ഷേ മോദിയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തതാണ് ജഗദീപ് ധൻകറിന് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത് എന്ന വാർത്തകൾ സജീവം. വിമാനത്താവളത്തിൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഫോട്ടോ മാത്രം വെച്ചാൽ പോരാ, ഉപരാഷ്ട്രപതിയുടെ ഫോട്ടോ കൂടി വെക്കണമെന്ന ജഗദീപ് ധൻകറിൻ്റെ വാക്കുകൾ വലിയ ചർച്ചയായിരുന്നു. അത് വലിയ ചർച്ചയായി മാറി. എന്തായാലും ജഗദീപ് ധൻകർ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുന്നു. മുമ്പ് അദ്ദേഹം കോൺഗ്രസ്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നതാണ് വാർത്ത. എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് എന്നതിനെപ്പറ്റി കൃത്യമായ ഒരു വിവരണം ജഗദീപ് ധൻകർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കോൺഗ്രസ് നേതാക്കളും അദ്ദേഹവുമായി നല്ല ബന്ധം പുലർത്തുന്നു എന്നാണ് റിപ്പോർട്ട്. രാഹുൽ ഗാന്ധി മോദിക്കെതിരായ ഒരായുധമാക്കി നാളെ ജഗദീപ് ധൻകറെ മാറ്റും. ജഗദീപ് ധൻകർ ബംഗാളിലെ ഗവർണറായിരുന്നു. സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു. മോദിയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു ജഗദീപ് ധൻകർ. പക്ഷേ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനം ഒരു കാരണവുമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ മോദി ഇട്ട ട്വീറ്റും ശ്രദ്ധേയമാണ്. ഇത്രയും കാലം ജഗദീപ് ധൻകർ രാഷ്ട്രത്തെ സേവിച്ചു. ഇപ്പോൾ ജഗദീപ് ധൻകർ ആരോഗ്യത്തോടുകൂടി ശിഷ്ടകാലം ജീവിക്കട്ടെ എന്നർത്ഥമുള്ള ട്വീറ്റാണ് മോദി പോസ്റ്റ് ചെയ്തത്. അതായത് ജഗദീപ് ധൻകറിന് രോഗമുണ്ടെന്ന രീതിയിലുള്ള പോസ്റ്റ്. ആ പോസ്റ്റാണ് വിവാദമായി മാറിയിരിക്കുന്നത്. എന്തായാലും മോദിയുടെ ഇടപെടലാണ് ജഗദീപ് ധൻകറിനെ തൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാരണം. ജഗദീപ് ധൻകർ രാജിക്ക് ഒരുങ്ങാനുള്ള കാരണം എന്നത് വ്യക്തമാണ്. ആ വ്യക്തത ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ശക്തനായ BJP വക്താവായിരുന്നു ജഗദീപ് ധൻകറിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു കാലത്ത് മോദി വലിയ വില കൽപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ മോദി തന്നെ ജഗദീപ് ധൻകറിനെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥ മോദി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ധൻകർ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും യുദ്ധം മുറുകുമ്പോൾ ജഗദീപ് ധൻകറിനെ ചാക്കിട്ട് പിടിച്ച് പഴയ ലാവണത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. രാഹുൽ ഗാന്ധി കളി തുടങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കളി ഇനി മോദി കാണാൻ പോകുന്നതേ ഉള്ളൂ. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കത്തിക്കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കത്തിക്കയറുമ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും മോദിക്ക്. പഹൽഗാം യുദ്ധം എന്തായി? ഓപ്പറേഷൻ സിന്ദൂർ എന്തായി? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാകൂ മോദിക്ക്. അതിനിടയിലാണ് മോദിക്ക് ഇരുട്ടടിയായിക്കൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം ജഗദീപ് ധൻകർ രാജിവെച്ചത്. ആ ഉപരാഷ്ട്രപതി കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ശശി തരൂറാണ്. ശശി തരൂർ ഉപരാഷ്ട്രപതി കസേരയിൽ കണ്ണും നട്ട് ഇരിക്കുന്നു.
മോദിയെ സംബന്ധിച്ചിടത്തോളം തരൂറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം, തരൂറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇന്ത്യൻ രാഷ്ട്രീയം സസ്പെൻസിൽ.